നമ്മളെ എൻ്റെ കുടക് യാത്രേൻ്റെ ഇടയിൽ കണ്ട രണ്ട് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലമാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന് അബ്ബേ ഫാൾസും രണ്ടാമത്തേത് കോടമഞ്ഞിനാൽ ചുറ്റപ്പെട്ട ഭയങ്കര ഭംഗിയുള്ള മണ്ടൽപ്പട്ടി വ്യൂ പോയിൻറ്റും. അപ്പം ഈ രണ്ട് സ്ഥലങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളതേ ഇരിട്ടിയിലാണ്. ഇരിട്ടി മൈസൂർ റൂട്ടിൽ, അതായത് ഇപ്പം ഇരിട്ടിയിൽ നിന്ന് നമ്മൾ കർണാടകത്തിൻ്റെ ബോർഡർ കടക്കാൻ പോവാണ്. നമ്മളെ കൊടകിലേക്കാട്ടോ ഫസ്റ്റ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കൊടകിൽ ഒന്ന് രണ്ട് വെള്ളച്ചാട്ടങ്ങളും പിന്നെ മണ്ടൽപ്പെട്ടി എന്ന് പറഞ്ഞൊരു വ്യൂ പോയിൻറ്റും ഒക്കെയാണ് കാണാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് അങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങളെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു കാടാണ്. അതായത് റോഡ് കുറച്ച് മോശമാണ്, പക്ഷേ ഇത് രാത്രിയൊക്കെ ഓപ്പണാണ്. നമുക്ക് 24/7 ട്രാവൽ ചെയ്യാം. മറ്റേ വയനാടോ ഇല്ലെങ്കിൽ ബന്ദിപ്പൂരോ മുതുമലയൊന്നും പോലെ രാത്രി അടച്ചിടുന്ന പരിപാടികളൊന്നുമില്ല. ഇത് കംപ്ലീറ്റ്ലി ഓപ്പണാണ്. സോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലെ ട്രാവൽ ചെയ്യാം. പക്ഷേ ഈ രാത്രി കാലങ്ങളും ബൈക്കിൽ ട്രാവൽ ചെയ്യുന്നത് ഞാൻ പറയില്ല. പക്ഷേ നമ്മൾ കാറിലൊക്കെ ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ ഇത് നല്ലൊരു വഴിയാണ്. എന്ന് വെച്ചാൽ തിരക്കും കുറവാണ്. ഒരു 80-90% നല്ല റോഡാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് മോശം റോഡുണ്ടാവും. അത് പിന്നെ നമ്മൾ ഏത് നാട്ടിൽ പോയാലും ഉണ്ടാവുമല്ലോ ഇതേമാതിരത്തെ കുറച്ച് മോശം റോഡുകൾ. നല്ല രസമാണ് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ വണ്ടി ഓടിക്കാൻ ഈ കാട്ടിൽ കൂടെ വലിയ തിരക്കില്ല, നല്ല തണുപ്പ്, അധികം വണ്ടികളില്ല. നമുക്ക് തന്നെ രണ്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ വണ്ടി ഓടിക്കാം. ഇതാണ്ടോ നമ്മൾ ഈ കാട്ടിൻ്റെ അകത്ത് കയറി. പക്ഷേ ഇത് കാട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം ഒരു ചായയോ വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫ്രഷപ്പൊക്കെ ആണെങ്കിലുള്ള സ്ഥലമാണ്. പിന്നെ ഒരു അമ്പലമുണ്ട്, ശ്രീ കാക്കത്തോട് എന്തോ ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടൊരു അമ്പലം. ഈ സ്ഥലം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഫുള്ള് കാണാം. നല്ല കോടമഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ആകാശത്തൊക്കെ നോക്കി കഴിയുന്ന സമയത്ത് നല്ല കോടമഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് താഴത്തേക്കൊന്നും ഇറങ്ങി വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഇത് അങ്ങനെ ഒരു വലിയ നമ്മുടെ വയനാട് ചുരം പോലെയോ ഇല്ലെങ്കിൽ ബന്ദിപ്പൂര് കാടൊന്നും പോലെ അങ്ങനെ ഭയങ്കര വലിയ കാടോ കാര്യങ്ങളോ നമ്മളെ പേടിപ്പെടുത്ത കാടുകളോ എപ്പോഴും വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാം അങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ഞാൻ ഇവിടുന്ന് റൂട്ടിൽ ഒരുപാട് തവണ പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുറച്ച് കുരങ്ങന്മാരല്ലാതെ ഈ റൂട്ട് മേലെ ഞാൻ വേറൊരു സാധനത്തിനെയും കണ്ടിട്ടില്ല. നമ്മുടെ എക്സ്പീരിയൻസുകളിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത് കർണാടകത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ്. മക്കുട്ട എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. മക്കുട്ട. ചായപ്പീടികളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ചായപ്പീടിയൊന്നും തുറന്നിട്ടില്ല. ഈ രാവിലെ 7 പൊളിച്ചേക്ക് ആര് തുറക്കാനാ? ഇവിടെ പുഴയിലൊക്കെ വേണമെങ്കിൽ കയറിയിട്ടൊന്ന് ഫ്രഷപ്പൊക്കെ ആവാം കേട്ടോ. പുഴയിലേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെ വണ്ടി വെക്കാൻ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായപ്പീടികൾ ഓപ്പൺ ആണല്ലോ. അങ്ങനെ നമ്മൾ കാട് മുഴുവൻ കഴിഞ്ഞിട്ട് ഇവിടെ എത്തി, കൂർഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർഗ് ടൗണിലെത്തിയില്ല. വിരാജ്പേട്ട ടൗണിലേക്ക് ഇനിയും ദൂരമുണ്ട്. പക്ഷേ നമ്മളിവിടെ ചെക്ക് പോസ്റ്റ് എത്തി. അതായത് കാട് കഴിഞ്ഞിട്ട് ജസ്റ്റ് എൻട്രൻസ് ഉള്ള ചെക്ക് പോസ്റ്റ് പെരുമ്പാടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. പെരുമ്പാടി ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് നമുക്ക് വിരാജ്പേട്ടയ്ക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോകണം. ലെഫ്റ്റ് എടുത്ത് പോയി വിരാജ്പേട്ട എത്തും. റൈറ്റ് എടുത്ത് പോയാലും വിരാജ്പേട്ട എത്തും. പക്ഷെ അതൊരു ചുറ്റി വളഞ്ഞുള്ള ഒരു പരിപാടിയാണ്.
പിന്നെ ഈ കൊടക് എന്ന് പറഞ്ഞാലേ ഇത് മെയിനായിട്ട് കൃഷി കാർഷിക ഗ്രാമമാണ് കേട്ടോ. മെയിനായിട്ട് ഇവിടെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ കൃഷിയാണ്. മെയിൻ കൃഷി എന്ന് പറഞ്ഞാൽ തോന്നുന്നു കാപ്പി അങ്ങനത്തെ സാധനങ്ങളും സംഭവങ്ങളൊക്കെയാണ്. കാപ്പി, ഏലം അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ കൃഷിയായിട്ട് ചെയ്യുന്നത്. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 7:45 7:40 കേട്ടോ. 7:40 നമ്മളിപ്പം വിരാജ്പേട്ട എത്തി. വിരാജ്പേട്ട എന്ന് പറഞ്ഞ അങ്ങാടിയിലെത്തി. ഇവിടുന്ന് ഇനി നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്നത്. അതായത് അബ്ബേ ഫാൾസ്. അബ്ബേ ഫാൾസ് ആണ് പേരെന്ന് തോന്നുന്നത്. വലിയൊരു വെള്ളച്ചാട്ടമൊക്കെയാണ്. ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, അടിപൊളിയൊക്കെയാണ് തോന്നിയിട്ടുണ്ട്. അപ്പം പോയി നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്തായാലും ഈ നല്ല മഴ 2 ദിവസമായിട്ട് പെയ്യുന്നത്, അപ്പോൾ അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഗൂഗിൾ മാപ്പ് ഇട്ടു കേട്ടോ. ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് അക്കോർഡിംഗ് ടു ഗൂഗിൾ പറയുന്നത് 32-33 കിലോമീറ്റർ എന്തോ ആണ് പറയുന്നത്. അപ്പം സ്ട്രെയിറ്റ് റോഡാണ്. ഇവിടുന്ന് ഇങ്ങനെ നേരെ ഒരൊറ്റ പോക്ക് പോയാൽ മതി. 30 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് എന്തോ റൈറ്റോ ലെഫ്റ്റോ ഉണ്ട്. അതിലാണ് പോകാനുള്ളത് ഈ വാട്ടർഫോൾസ് എന്ന് പറഞ്ഞ സാധനം. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഡൈവേഷനോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. പിന്നെ അവിടെ ഓപ്പൺ ചെയ്യുന്ന സമയം 9 മണിയാണ്. നമ്മളും ഗൂഗിൾ പറയുന്ന കണക്ക് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ 8:45 8:50 ആകുമ്പം അവിടെ എത്തും. നമുക്ക് ഫസ്റ്റായിട്ട് തന്നെ കയറി പോകാൻ പറ്റും എനിക്ക്. അപ്പം അടിപൊളിയാവും അത്. നല്ല പിന്നെ മഴയൊക്കെ പെയ്തല്ലേ, നല്ല കിടില മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം വാട്ടർഫോൾസിൽ വെള്ളവും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അങ്ങനെ ഒടുവിൽ നമ്മൾ അബ്ബി ഫാൾസ്, വെൽക്കം ടു അബ്ബി ഫാൾസ് ബോർഡ് കണ്ടിരിക്കുന്നു. പിന്നെ ഏതായാലും 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എത്തിട്ടോ നമ്മൾ. ഞാനേ വഴി തെറ്റിപ്പോയിട്ടോ. വഴി തെറ്റെന്ന് പറഞ്ഞാൽ ഈ ഗൂഗിൾ മാപ്പിൽ ഞാൻ മറ്റേ ബൈക്കിൻ്റെ വഴി ഇട്ടും. അങ്ങനെ പോകുന്ന വഴികളൊക്കെ ഡെഡ് എൻഡ് മാതിരി എത്തിപ്പോകും. എനിക്ക് തോന്നുന്നു ഏതോ ലെഫ്റ്റോ റൈറ്റോ എടുക്കാനുള്ള ചെറിയ റോഡിലേക്കുള്ള എടുക്കാനുള്ള ഞാൻ നേരെ പോയോ അല്ലെങ്കിൽ നേരെ പോകുള്ള ലെഫ്റ്റ് എടുത്ത് പോകുമോ അങ്ങനെ എന്തോ ചെയ്താണ്. അങ്ങനെ കുറേ ചുറ്റിയിട്ട് എത്തുന്നൊക്കെ മടിക്കേരി ഉള്ള ഓരോ വീടിൻ്റെ മുന്നിൽ. അങ്ങനെ അവിടുന്ന് അവസാനം ഒരു പയ്യൻ ലിഫ്റ്റ് വെച്ചു. ആ പയ്യൻ ലിഫ്റ്റ് വെച്ച സമയത്ത് ആ പയ്യൻ കുറച്ച് പറഞ്ഞു തന്നു. പിന്നെ ഞാൻ കാറിൻ്റെ റൂട്ട് ഇട്ടിട്ട് വന്ന് ബൈക്കിൻ്റെ റൂട്ട് ഒഴിവാക്കിയിട്ട്. അപ്പം ബൈക്കിൻ്റെ റൂട്ടിൽ 4 കിലോമീറ്റർ കാണിച്ച്, കാറിൻ്റെ റൂട്ടിൽ 8 കിലോമീറ്റർ കാണിച്ച്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് വൻ പണി എനിക്ക് കിട്ടിയാണ്. അതായത് കറക്റ്റ് റൂട്ട് അതാണ്, കാറിൻ്റെ റൂട്ട് കാണിച്ചതാണ്. ഇതുവരെ എളുപ്പവഴിക്ക് 4 കിലോമീറ്റർ കാണിച്ചിട്ട് കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ അത് ആദ്യമായിട്ടാണ് ഗൂഗിളിൻ്റെ അടുത്ത് പണി കിട്ടുന്നത്. ഗൂഗിൾ മാപ്പിൻ്റെ അടുത്ത് ഇല്ലേ, ഗൂഗിൾ മാപ്പിൻ്റെ അടുത്ത് അങ്ങനെ പണി കിട്ടിയതായിരിക്കില്ല. ഇത് ഞാനേതോ വളവ് കളിക്കാൻ തെറ്റിപ്പോയതായിരിക്കും. ഇനിയിപ്പം എന്തായാലും നമ്മളിവിടെ എത്തി ഒടുവിൽ കഷ്ടപ്പെട്ട്. യെസ്, ഇവിടെ പാർക്കിംഗ് ആണ്. ഇവിടുന്ന് തന്നെ പാർക്കിംഗ് എടുത്തിട്ട് ഇത് പോകണം. നമ്മളെ ഒരു 20 രൂപയുടെ പാർക്കിംഗ് കൊടുത്തിട്ട് വണ്ടി പാർക്കിങ്ങിലൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വന്നു കേട്ടോ. ഇവിടെ നിന്നൊരു 10 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് ഉള്ളോട്ട് കയറാൻ. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഈ ടിക്കറ്റ് നമ്മുടെ എൻട്രൻസിൽ കാണിക്കാം. എൻട്രൻസ് കാണിച്ചിട്ട് ചുമ്മാ നടക്കുക. ഒരു 10-150 സ്റ്റെപ്പ് ഉണ്ട് താഴത്തേക്ക്. 2 സൈഡിലും കാപ്പിത്തോട്ടങ്ങളാണ്. ആ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ളൊരു വഴിയാണ് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പം ഇവിടെ അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നടക്കണം. ഒരു 10-100 സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ റോഡ് വഴിയിൽ. ഇത് പണ്ടേ ഒരു എന്താ പറയുക കാപ്പിത്തോട്ടം തന്നെയാണ് കേട്ടോ. അപ്പം ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഒരു പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയൊരു എന്താ പറയുക ഒരു വെള്ളച്ചാട്ടം, ഒരു വ്യൂ പോയിൻ്റ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഈ നടപ്പാത ഉണ്ട്. ഈ നടപ്പാതയിൽ 100 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ പോവാം. നല്ല ഇപ്പം മഴക്കാലമായതുകൊണ്ടൊരു മഴ ഉണ്ട്, തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാക്കിയുള്ള സമയത്ത് എന്താ അവിടുത്തെ അവസ്ഥ കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ നോക്കിയാൽ കാണാം കേട്ടോ. നമ്മൾ ദൂരത്ത് വെള്ളച്ചാട്ടം അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. നല്ല വെള്ളം, ഒരുപാട് വെള്ളമുണ്ട്.
നല്ല മഴയായിരുന്നു, നമ്മൾ പോകുന്ന വഴി വരുന്ന വഴിയിൽ നിന്നും ഒക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു ഇത് വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗി ഉണ്ടാവുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് അതുകൊണ്ടോ വെള്ളച്ചാട്ടം നല്ല അടിപൊളിയായിട്ട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്, നല്ല ഫുൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു തൂക്കുപാലമുണ്ടായിരുന്നു, ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടാവും. പക്ഷേ ഇപ്പം അത് പൊളിഞ്ഞെടുക്കണം. അപ്പം ഇതാണ് നമ്മുടെ അബ്ബേ ഫാൾസ് എന്തൊരു വാട്ടർഫാൾസ് ആണ്, അതാണ് പേര്, ABBY. അതാണ് ഈ സ്ഥലം, എന്താ പറയുക, ഈ വാട്ടർഫാൾസിൻ്റെ പേര്. അങ്ങനെ ഏകദേശം ഒരു 11 മണിക്ക് കേട്ടോ സമയം. ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. അടുത്ത ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ടൽപ്പട്ടി വ്യൂ പോയിൻ്റാണ്. അപ്പം മെല്ലെ അവിടേക്ക് പോട്ടെ. അപ്പം നേരെ പാർക്കിങ്ങിൽ പോകണം, വണ്ടി എടുക്കണം. വണ്ടി എടുത്തിട്ട് ഒറ്റ പോക്ക്. ഇവിടെ അടുത്ത് തന്നെയാണ്, അധികം ദൂരമൊന്നുമില്ല. അപ്പം അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് മണ്ടൽപ്പട്ടി വ്യൂ പോയിൻ്റാണ്. മണ്ടൽപ്പട്ടി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് ഒരു 15-16 കിലോമീറ്റർ ഉണ്ട് മണ്ടൽപ്പട്ടി വ്യൂ പോയിൻറ്റിലേക്ക്. പക്ഷേ 2 കിലോമീറ്ററും കൂടെ ഇവിടുന്ന് പോയിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് അവരുടെ ജീപ്പ് എടുത്ത് പോകണം. ജീപ്പിന് എന്ത് റേറ്റ് ആകും എന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് അവിടെ പോയി നോക്കട്ടെ, അപ്പോൾ അറിയാം ജീപ്പിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ. ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ. അങ്ങനെ മണ്ടൽപ്പട്ടി വ്യൂ പോയിൻറ്റിലേക്കുള്ള ജീപ്പ് കിട്ടി കേട്ടോ. ജീപ്പ് ഞാനിങ്ങനെ ബൈക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് നടന്നു വരുന്ന സമയത്ത് തന്നെ 4 ആളായിട്ട് ഒരു ജീപ്പ് പോകാൻ നിൽക്കുന്നു. അപ്പോൾ അതിൽ ഒരു സീറ്റ് വേക്കൻ്റ് ഉള്ളതുകൊണ്ട് ഡ്രൈവർ എന്നെയും കയറ്റി. എന്തോ ചെറിയ പൈസയാവുള്ളൂ, പൈസ ചോദിച്ചാൽ പറഞ്ഞു കയറിക്കോ, അതൊക്കെ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കയറ്റി. നമുക്കിനി ഒരു 16 കിലോമീറ്ററോളം പോകാനുണ്ട്. 16-18 കിലോമീറ്റർ പോകുന്നുണ്ട്. അതിൽ 5 കിലോമീറ്റർ അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. ബാക്കി 12-13 കിലോമീറ്റർ ഇങ്ങനത്തെ റോഡാണ്. അങ്ങനെ നമ്മളവിടെ എൻട്രൻസിൽ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ ഈ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ വഴിയാണ്. അതായത് 2 സൈഡും നല്ല ഫുള്ള് നല്ല പച്ചപ്പുള്ള ചതുപ്പ് നിലം പോലത്തെ സ്ഥലങ്ങൾ, നല്ല കോട, മഞ്ഞ്, അങ്ങനത്തെ പരിപാടികൾ. ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ് ഇതിങ്ങനെ കാണാനും. ഈ എന്താ പറയുക, ഈ ഒരു സ്ഥലം കാണാനും പിന്നെ ഈ വണ്ടിയിൽ ഇങ്ങനെ പോകാനും ഭയങ്കര രസമുണ്ട്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അങ്ങനെ ഇത് ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ഒരു ഓഫ് റോഡ് ഒരു 5 കിലോമീറ്റർ ഉണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ബൈക്ക് എടുത്തും വരാം. എൻ്റെ ബൈക്ക് എനിക്ക് പിന്നെ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും ജീപ്പിൽ പോകാമെന്ന്. അല്ലെങ്കിൽ ബൈക്ക് എടുത്ത് വരാനുള്ള അതല്ല, അത്ര ഭയങ്കര ഓഫ് റോഡോ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമല്ല. ഒരുപാട് ബൈക്കുകൾ പോകുന്നുണ്ട്, അതായത് നോർമൽ ബൈക്കുകൾ തന്നെ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റി അറിയാത്തതുകൊണ്ടും ഞാൻ ഇത് ബൈക്ക് പോകുന്നില്ല അന്വേഷിക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പോഴത്തേക്ക് തന്നെ എൻ്റെ മുന്നിൽ ജീപ്പിലിങ്ങനെ ഒരാളെയും കൂടെ കിട്ടിയാൽ പോകുന്നുള്ള ഇതിലിങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ ആ ജീപ്പ് കിട്ടിയപ്പോൾ ഞാൻ വന്ന് കയറി. പിന്നെയാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ബൈക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ നമ്മളെ വണ്ടീനെ വെട്ടിച്ച് പോകുന്നതും ബൈക്ക് കൊണ്ട് ആൾക്കാർ പോകുന്നതും കാണുന്നതൊക്കെ. പക്ഷേ ഭയങ്കര ഭംഗിയാണ്. അതാണ്ടോ സൈഡിലെ ആൾക്കാർ ബൈക്കിൽ നിർത്തി മുകളിൽ കയറി നിൽക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭംഗിയാണ്, നല്ല അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം. മഴ ആയതുകൊണ്ട് ഫുള്ള് കോടയാണ്. നമ്മൾ
എന്താ പറയുക, ഇത്രയും ഒരു കിടിലൻ സെറ്റപ്പ് ആവും ഈ സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ മുതലായി അത്ര അടിപൊളി സെറ്റപ്പാണ്. ഈ മണ്ടൽപ്പട്ടി വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത് മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം ഒരു 25-30 കിലോമീറ്റർ ദൂരമാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിതിലൊരു 6 കിലോമീറ്റർ ഇതിൻ്റെ എൻട്രൻസ് വരെ നമ്മൾ സാധാ നമ്മുടെ വണ്ടി പോവാം. അവിടെ നിന്ന് അങ്ങോട്ട് ഓഫ് റോഡ് ജീപ്പുകളിൽ പോകുന്നതാണ് കൂടുതൽ ബെറ്റർ. പിന്നെ നിങ്ങൾക്ക് സ്വന്തം ബൈക്കിലൊക്കെ പോവുകയാണെങ്കിൽ പോവാം, അത്രേ ഉള്ളൂ. കാറിൽ പോകാൻ പറ്റില്ല, സ്വന്തം ബൈക്കിൽ നമുക്ക് പോകാൻ പറ്റും. അതാണ് മണ്ടൽപ്പട്ടി വ്യൂ പോയിൻ്റ്. ഇവിടെ പ്രധാനമായിട്ട് കാണാനുള്ളത് ഈ വ്യൂ പോയിൻറ്റും പിന്നെ ഈ ജീപ്പ് സഫാരിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണുള്ളത്. അല്ലാതെ വേറൊന്നുമില്ല. പക്ഷേ ഇതന്നെ മുതലാണ്. നമ്മളങ്ങനെ മണ്ടൽപ്പട്ടി വ്യൂ പോയിൻ്റ് എത്തിയിട്ട് ജീപ്പ് ഇറങ്ങിട്ടോ വ്യൂ പോയിൻറ്റിലേക്ക് നടക്കുകയാണ്. കോടമഞ്ഞ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോടമഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അതായത് മാറാതെ നിൽക്കുക, അതായത് ഫുള്ള് കോട, വേറൊരു സാധനം നമ്മൾ കാണണ്ട. നമ്മൾ തൊട്ടടുത്തുള്ള ആൾക്കാരല്ലാതെ അപ്പുറത്ത് ആരാന്നുള്ളതെന്നോ എന്താണെന്നോ ഒന്നും കാണില്ല. അങ്ങനെ കോട മൂടി കിടക്കുക അവിടെ. നമ്മൾ നേരത്തെ പോയ വെള്ളച്ചാട്ടമല്ലേ അബി ഫാൾസ്, അവിടെ അടുത്ത് തന്നെ കേട്ടോ. അവിടെ നിന്ന് ഈ ഇതിൻ്റെ പാർക്കിങ്ങിലേക്ക് ആകെ വരുന്ന ദൂരം ഒരു 2 കിലോമീറ്ററാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജീപ്പിൽ വരണമെങ്കിൽ ഒരു 18-19 കിലോമീറ്റർ വരാനുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടിയിലാണെങ്കിലൊക്കെ വരാം. വന്നു കഴിഞ്ഞാൽ കാണുന്നൊരു വ്യൂ ആണ്. അപ്പം ഞാനിവിടെ ചോദിച്ചപ്പം ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഏകദേശം ഇതായിരിക്കും ഇവിടെ ക്ലൈമറ്റ്. അപ്പം ഒരു സെപ്റ്റംബർ, ഒക്ടോബർ ആ സമയത്തൊക്കെ വരികയാണെങ്കിൽ നമുക്ക് കോട വന്ന് പോയിട്ട് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് അതിൻ്റെ അപ്പുറത്തുള്ള മലകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ ഓരോ ദിവസം ഓരോ ടൈം വരുമ്പോഴും ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കും ഇവിടെ കിട്ടുക. അതായത് മഴക്കാലത്ത് വരികയാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും, അതായത് നല്ല ഫുള്ള് കോട നിറഞ്ഞിട്ടുള്ളൊരു ക്ലൈമറ്റ്. ഇനി മഴക്കാലത്തല്ല, വേറെ അതായത് ഈ സെപ്റ്റംബറിന് ശേഷം, ഒക്ടോബറിന് ശേഷമൊക്കെ വരികയാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് നല്ല എന്താ പറയുക, ഈ വ്യൂകളും കാര്യങ്ങളും അപ്പുറത്തെ മലകളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും. പിന്നെ അതും കഴിഞ്ഞിട്ട് ഒരു ജനുവരി, ഫെബ്രുവരിക്ക് ശേഷമൊക്കെ വരികയാണെങ്കിൽ പിന്നെ വലിയ ചൂടായിരിക്കും. ആ സമയത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരാതിരിക്കുക നല്ല. മാക്സിമം നമ്മൾ ഈ 2 ടൈപ്പും ക്ലൈമറ്റും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഒക്ടോബർ, നവംബർ ആ സമയത്തൊക്കെ വരും. ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ പുറത്തായിരിക്കും, നിങ്ങൾക്ക് നല്ല മുതലാവും കണ്ടു കഴിഞ്ഞാൽ.
ഞാൻ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതായത് കുറേ അവിടെ പോയിരുന്നു, അവിടെ ഒരു മരത്തിൻ്റെ ഒരു ചുവട്ടിൽ പോയിരുന്നു. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നല്ല കാറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റ്. അപ്പം പിന്നെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും, എവിടെയും പോകാനും തോന്നില്ല. പക്ഷെ നമുക്ക് തിരിച്ച് പോകണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പോവുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യുക ടൈം ഒരുപാട്, നമുക്ക് സമയം പോകുന്നതേ അറിയില്ല. അവിടെ ഫോണിന് റേഞ്ച് കാര്യങ്ങളൊക്കെ ചില നെറ്റ്വർക്ക് ഉണ്ട്, ചിലതില്ല. പക്ഷേ അത് വേറെ ഒന്നിനും ഇവിടെ തോന്നില്ല. പക്ഷെ നല്ല അടിപൊളി കാറ്റാണ്, നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ചില സമയത്ത് ഈ കാറ്റൊന്ന് വരുന്ന സമയത്ത് ഈ കോട ഒന്ന് മാറും, പക്ഷേ തിരിച്ചപ്പം തന്നെ വന്നിട്ട് ഇതേമാതിരി തന്നെ കോടയായിട്ട് മാറി. അങ്ങനെ നമ്മൾ മണ്ടൽപ്പട്ടി വ്യൂ പോയിൻ്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോകണം. തിരിച്ചു പോകുമ്പോഴും ഇത് തന്നെയാണ് ക്ലൈമറ്റ്. നമ്മുടെ അതേ ജീപ്പിൽ തന്നെ ജീപ്പുകാരൻ പറഞ്ഞൊരു 45 മിനിറ്റ്സാണ് നമുക്ക് ടൈം വന്നത്. അതായത് അവിടേക്കൊന്ന് കറങ്ങി കാണാനും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഒരു 1 ഹവറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. തിരിച്ചിട്ട് ആ ജീപ്പിൻ്റെ പാർക്കിങ്ങിൽ വന്നിട്ട് ആ ജീപ്പിൽ തന്നെ കയറി നമ്മൾ തിരിച്ച് പോവാണ് നമ്മളടുത്ത ലൊക്കേഷനിലേക്ക്. പിന്നെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഈ ജീപ്പ് എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ലഞ്ച് കഴിക്കണം. ലഞ്ച് കഴിച്ചിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകണം. ഒന്നും തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ പോകും. അപ്പം ഇങ്ങനത്തെ ഈ വ്യൂ, അതായത് ജീപ്പിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് കാണാൻ പറ്റുക. നല്ല മലകളും നല്ല എന്താ പറയുക, നല്ല പച്ചപ്പും, ഭയങ്കര അടിപൊളിയാണ്. അവിടെ ഇഷ്ടംപോലെ ജീപ്പുകൾ പോകുന്നുണ്ട്, ഒക്കെ പോകുന്നുണ്ട്. അപ്പം ask why we walk through the chapters our lives intertwine. നല്ല അടിപൊളി സ്ഥലമാണ് മണ്ടൽപ്പട്ടി വ്യൂ പോയിന്റ്. വരാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. മടിക്കേരി ടൗണിൻ്റെ അടുത്ത് തന്നെയാണ്. ഇത് ഇവിടേക്ക് വരികയാണെങ്കിൽ 2 കാര്യമാണ്. ഒന്ന്, നമുക്ക് അബ്ബി ഫാൾസും കാണാം, പിന്നെ ഇവിടേക്കും വരാം. അതായത് രാവിലെ അബ്ബി ഫാൾസ് കണ്ട് ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ മണ്ടൽപ്പട്ടി വ്യൂ പോയിന്റും കണ്ടിട്ട് നമുക്ക് തീർക്കാം. അത്രയേ ഉള്ളൂ സ്ഥലം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാതെ പോയി കഴിഞ്ഞാലും ഭയങ്കര നഷ്ടമാണ്. അത്ര അടിപൊളി സ്ഥലമാണ്. അപ്പം പറ്റുന്നവരൊക്കെ കുടകിൽ വരുന്നുണ്ടെങ്കിൽ വരിക. അതായത് മൺസൂൺ ലൊക്കേഷൻസ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഏറ്റവും അടിപൊളി വൺ ഓഫ് ദ ലൊക്കേഷനാണ് കുടക്. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Reflections in the rain.